ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. അവർ ബിസിനസ് സൈക്കിൾ ഓക്കെ ബിസിനസ് സൈക്കിൾ അതുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നമ്മളോട് പറയുന്നു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൻ്റെ അത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പിക്ക് ത്രൂ ഔട്ട് ഈ മോഡ്യൂൾ മുഴുവൻ നമ്മൾ 2 ഡയഗ്രത്തിൽ ഒതുക്കി എല്ലായിടത്തും ഒരു ഡയഗ്രം ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് മുഴുവനും ഈ ത്രൂ ഔട്ട് ദിസ് മോഡ്യൂൾ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പണി എളുപ്പമുണ്ട്. അല്ലെങ്കിലും തിയറി അത്രയേ ഉള്ളൂ, നമ്മുടെ ആരെയും കുഴപ്പമില്ല. ആ ഒരു തിയറി അത്രയേ ഡെവലപ്പ് ചെയ്തുള്ളൂ. ആകപ്പാടെ ഒരു സപ്ലൈ കർവ്. ഏത് സപ്ലൈ കർവാണ്? ലൂക്കാസ് സപ്ലൈ കർവ്. ലൂക്കാസ് സപ്ലൈ കർവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങൾ ചെല്ലുമ്പോൾ നോക്കൂ. ഒരു സിക്കാരി ഗേൾ ലൂക്കാസ് സപ്ലൈ കർവിൻ്റെ വീഡിയോ എടുക്കാൻ ചെക്ക് ഞാൻ കണ്ടു. സോ ലൈക്ക് ഷീ ഈസ് ടേക്കിംഗ് എ ക്ലാസ് ലൈക്ക് എ റോബോട്ട്. ഹെർ ക്ലാസ് ഈസ് ഓൾസോ ഗുഡ്, യു നോ. ഇഫ് യു ക്യാൻ സെർച്ച് ഇൻ ദി യൂട്യൂബ് ലൂക്കാസ് സപ്ലൈ കർവ് എന്നിട്ടാൽ മതി. അവർ അതെടുക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു സൈഡും കൂടെ അവർ പോകുന്നുണ്ട്. നമുക്ക് അത്രയും സൈഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒത്തിരി ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അത്ര എലാബറേഷൻ്റെ ആവശ്യമില്ല. സോ ലൂക്കാസ് സപ്ലൈ കർവ് അല്ലേ, അതാണ് നമ്മൾ പറയുന്നത്. ലൂക്കാസ് സപ്ലൈ കർവിൻ്റെ അകത്ത് ലൂക്ക പറഞ്ഞു എന്താണ്, വെൻ യു ആർ യൂസിങ് മോണിറ്ററി പോളിസി in an unanticipated way, we can raise money supply. When you are raising money supply, we can raise the price level. When you are raising the price level, you can raise the aggregate demand, and similarly you can raise the output. So ഇതാണ് ഈ ലൂക്കാസ് സപ്ലൈ കർവ്. അദ്ദേഹം പറഞ്ഞു എന്താണ്, പീപ്പിൾ ഹാവ് സ്ട്രോങ് എക്സ്പെക്റ്റേഷൻസ്. അതെല്ലാം റാഷണൽ എക്സ്പെക്റ്റേഷൻ ആദ്യ ക്ലാസ്സിൽ കണ്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ, വെൻ യു ആർ മേക്കിംഗ് മോണിറ്ററി പോളിസി ചേഞ്ചസ് വിച്ച് people anticipates. എന്താണ് people anticipates? okay, you cannot realize these goals. okay, because when you are increasing money supply, price level will increase, people will demand higher wages. When higher wages, after seeing that there is only lower wages, they will shift the supply curve of labor backward. that results in low employment. എന്താണ് low employment? ഇതാണ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള സപ്ലൈ കർവ് ഓഫ് ലേബർ, ലോ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് എംപ്ലോയ്മെൻറ്റ് എണ്ണ കേട്ടോ, ഇവിടെ N0 ഇവിടെ N1 കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് മോണിറ്ററി പോളിസി ചേഞ്ചസ്. ഇതാണ് ആൻറ്റിസിപ്പേറ്റഡ് അൺആൻറ്റിസിപ്പേറ്റഡ്. അപ്പോൾ മോണിറ്ററി പോളിസി ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റഡ് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ബിസിനസ് സൈക്കിൾ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ, കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ലയോ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെത്തഡോളജിയും നേരത്തെ പഠിച്ച ലോജിക്കും അസംഷൻസും ഒക്കെ വെച്ചാണ് ഈ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുതിയതായിട്ട് ഒന്നും പഠിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ആണ് പഴയ ഡയഗ്രാം നമ്മളിപ്പോൾ ഓർത്തിരിക്കണം. ഒരു 2 പാർട്ട് ഡയഗ്രാം നമ്മൾ പഠിച്ചില്ലേ, അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് മാത്സ് കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം. ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ പല എസ്സേ എഴുതാൻ പറ്റും. പക്ഷെ നമ്മളതിനെ കസ്റ്റമൈസ് ചെയ്യണം. എന്താണ് കസ്റ്റമൈസേഷൻ? ഇതിനൊക്കെ അറിയാം എന്താണ് കസ്റ്റമൈസ്. എല്ലാവർക്കും കസ്റ്റമൈസ് ചെയ്യണം. നമ്മൾ ഒരു നിങ്ങൾ എല്ലാവരും ഗേൾസ് ആണല്ലോ, നമുക്ക് ചുരിദാറിൻ്റെ കേസ് തന്നെ ഇടാം, അല്ലെങ്കിൽ ഇടാനല്ല എടുക്കാം. അപ്പം ചുരിദാറിൻ്റെ ഒക്കെ തുണിയും എടുത്തു കഴിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യല്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യല്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും, വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. സോ ദർ ഷുഡ് ബി സം കസ്റ്റമൈസേഷൻ വെൻ യു ആർ സ്റ്റഡിങ് ദിസ് ടോപ്പിക്. ഓക്കെ, കമ്മിങ് ടു ദി സ്പെസിഫിക് ടോപ്പിക് right now we are handling, that is how monetary policy can be used to manage business cycle when you are using the predictions of neoclassical economics. okay, അതാണ് നമ്മൾ പഠിക്കുന്നത്. according to neoclassical microeconomics, business cycles occur in a typical market clearing framework. ഈ മാർക്കറ്റ് ക്ലിയറിംഗ് ഫ്രെയിംവർക്ക് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാണ്. ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, വേറൊരു തിയറി വെച്ച് പറഞ്ഞു തരാം, അതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഞങ്ങളുടെയും ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്നാ അറിയോ, ഒരു ബുക്ക് പോലും കിട്ടാനില്ല. പെട്ടെന്ന് നമുക്ക് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാ അറിയോ, ഈ ടോപ്പിക്കൊക്കെ ഉള്ള ബുക്കുകൾ ഏതാണ്, ലൈബ്രറി പോയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്ക്, ഈ ടോപ്പിക്കിന് പറ്റുമ്പോൾ കുറച്ച് വേറെ കുറേ എല്ലാ ജനറലി മിക്ക ടോപ്പിക്കിൻ്റെ ബുക്കുകളുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡീപ്പായിട്ടൊരു ടോപ്പിക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബുക്കുകൾ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് സോഴ്സിനെ നോക്കും. നെറ്റിൻ്റെ അകത്ത് ഭയങ്കര ക്വാളിറ്റി കുറവാണ്, അപ്പോൾ കൊള്ളാവുന്ന ക്വാളിറ്റി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് ജേർണൽസ്, റിസർച്ച് ചാനലൊക്കെ വെച്ച് ഭയങ്കര വർക്ക് കൂടുതലാണ് നമുക്ക്. സോ ഒരു ബുക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് അതിൻ്റെ അങ്ങ് ടൈപ്പ് ചെയ്ത് ഡയഗ്രാമൊക്കെ വെച്ച് നമ്മുടേതായ എക്സ്പ്ലനേഷനൊക്കെ വെച്ച് നമുക്ക് പറഞ്ഞു തന്നാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ഈ നമ്മുടെ ലോക്ക്ഡൗൺ നമ്മളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് നമ്മളെ സ്വാധീനിച്ച ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ലൈബ്രറി പോലും പോകാൻ പറ്റില്ല. ലൈബ്രറിയിൽ നമുക്ക് ആവശ്യത്തിന് ബുക്കില്ല. UG ബുക്കുകളാണല്ലോ അവിടെ കൂടുതലായിട്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വലിയൊരു സെറ്റ് ബാക്ക് നമ്മുടെ ഉണ്ടായി. പക്ഷേ ഓരോരോ രീതിയിലും എൻ്റെ കുറച്ച് ബുക്കുണ്ട്, ബാക്കിയൊക്കെ കൂടി നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ടോപ്പിക്കും ഹെഡിങ് ഒരിക്കലും മറക്കരുത്. നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ്, ബിസിനസ് സൈക്കിൾ ആൻഡ് മോണിറ്ററി പോളിസി. കിട്ടിയില്ലോ? ദെൻ according to the neoclassical macroeconomics, business cycles occur in a typical market clearing framework in response to real shocks, technology shocks and fiscal policy shocks. Shocks means some disturbance. ഇപ്പോൾ നമ്മൾ ഇക്കോണമി ഇങ്ങനെ ഓക്കെ ആയിട്ട് പോവുക, മാത്തമാറ്റിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും. മറ്റുള്ളവർക്ക് ഷോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. പക്ഷേ മാത്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അതെന്താണ് ഇങ്ങനെ സാറിങ്ങനെ ഫിസിക്കൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പരിചയമില്ല. യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് എൻ ഇക്വേഷൻ, വി വിൽ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ ഒരു ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു വിചാരിച്ചു, ശരിയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എന്നാ പറയുക, നമുക്കൊരു പുതിയ വണ്ടി കണ്ടുപിടിക്കാം. നമ്മളിങ്ങനെ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കുകയാണ്, ബാറ്ററിയൊക്കെ വെച്ച് 500 കിലോമീറ്റർ ഒറ്റ ചാർജിങ്ങിന് പോകുന്നു. നമുക്കധികം വലിയ ഡ്രൈവിങ്ങൊന്നും വേണ്ട, ഡ്രൈവിങ് അറിയണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് 10,000 രൂപയാണെങ്കിൽ നമ്മളെല്ലാം പോയി മേടിക്കില്ലേ? വണ്ടി കാരണം നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റിയില്ലായിരിക്കും. അപ്പോൾ അതൊരു ടെക്നോളജിക്കൽ ഷോക്കാണ്. ടെസ്ലയുടെ കാർ ഒരു ടെക്നോളജിക്കൽ ഷോക്കല്ലേ? അപ്പോൾ മൊബൈൽ ഫോൺ ഒരു ടെക്നോളജിക്കൽ ഷോക്ക്, അതിൻ്റെ പേരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ പല ടെക്നോളജി ഷോക്കുണ്ട്. അപ്പോൾ അത് ഇക്കോണമിയിൽ ഔട്ട്കം ഉണ്ടാക്കും, എംപ്ലോയ്മെൻറ്റ് കൂട്ടും, പ്രൊഡക്ഷൻ കൂട്ടും, ചില ആൾക്കാർക്ക് ചില എൻ്റർപ്രൈസും വളരും, ഇൻഫ്രാസ്ട്രക്ചർ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ അതിനെ ടെക്നോളജിക്കൽ ഷോക്ക് എന്ന് വിളിക്കും. സിമിലർലി ഗവൺമെൻറ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, ടാക്സ് നടത്തുന്നതും പറയാം, അതൊരു ഫിസിക്കൽ ഷോക്കല്ലേ? അതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ചില റെസ്പോൺസസ് ഉണ്ടാവും. ഓക്കെ, മൊബൈൽ ഫോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ പറഞ്ഞ 2 വീലർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ല 2 വീലർ 4 വീലർ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഗവൺമെൻറ് ചില പ്രത്യേക സെക്ടറിന് ടാക്സ് കൺസെഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി, മാർക്കറ്റ് സ്വാഭാവികമായിട്ട് സ്വയമേ അങ്ങ് പെർഫോം ചെയ്യും. മാർക്കറ്റ് ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ക്ലിയറിങ്ങുമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അവിടെ ഉണ്ട്. അതിനനുസരിച്ച് ഇക്കോണമിയിലെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ബൂമാണെങ്കിൽ പോലും, റിസഷൻ ആണെങ്കിൽ പോലും, ഡിപ്രഷൻ ആണെങ്കിലും മാർക്കറ്റിലെ ട്രെൻഡുകൾക്കുള്ള ഒരു റെസ്പോൺസാണ് ഈ ബൂമും അതുപോലെ തന്നെ റിസഷനും ഡിപ്രഷനും റിക്കവറിയും എന്നാണ് ആര് പറയുന്നത്? നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. ആ ഒരു സൈഡ് നമ്മൾ പിന്നീട് വേറൊരു തിയറി പഠിക്കും, അത് അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കമ്മിങ് ടു ദി our relevant part, they argues that anticipated monetary shock has no real effect on real variables. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, ഡയഗ്രത്തിലൂടെ പഠിച്ച ഇങ്ങനെ ഒരു ഡയഗ്രാം അല്ലേ? ശരി, ഏതാണ്? അഗ്രിഗേറ്റ് സപ്ലൈ കാർ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കാർ, ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ പ്രൈസ് ലെവൽ, ദിസ് ഈസ് വാട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, കറസ്പോണ്ടിങ് ടു ദാറ്റ് ദർ ഇസ് ND കാർ, NS കാർ, NS1, NS2, similarly there can be ND കാർ, so this is the first point, സോ അങ്ങനെ this is the first point, that is respect to employment level of N0. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഡയഗ്രാം പഠിച്ചുള്ളൂ. ആ ഡയഗ്രത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കോൺടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞത്. അതായത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മണി സപ്ലൈ എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു പ്രൈസ് ലെവൽ കൂടും, ഡിമാൻഡ് കൂടും, ആളുകൾ കൂടുതൽ വേജ് റേറ്റ് ഡിമാൻഡ് ചെയ്യും. വേജ് കൂടിയില്ല ആളുകൾ പണിക്ക് പോകാതിരിക്കും, ജോലി കുറയും, എംപ്ലോയ്മെൻറ്റ് കുറയും, ഔട്ട്പുട്ട് കുറയും. സോ അൾട്ടിമേറ്റ്ലി മണി സപ്ലൈ കൂട്ടിയത് ഔട്ട്പുട്ട് കൂട്ടാനാണ്, പക്ഷേ കൂടിയില്ല. കാരണം പീപ്പിൾ എക്സ്പെക്റ്റഡ് that they predicted, or that policy change of M0 to M1 is within the expectation level of the people, so you cannot make people fool. Okay, people have rational expectations, they adjust their activities in accordance to changes in the price level. Okay, wages and prices are perfectly flexible. ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതായത് നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ പഠിച്ചാണല്ലോ, ക്ലാസിക്കൽ എക്കണോമിക്സ് നമ്മളെല്ലാവരും പഠിച്ച. അതിൻ്റെ അകത്ത് അവർ പറയുന്നത് എന്താ, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേജ് പ്രൈസ് എന്താണ്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വേജ് പെട്ടെന്ന് കുറയാം, ഇക്കണോമിക് സിറ്റുവേഷൻസ് പെട്ടെന്ന് കൂടാം, പ്രൈസസ് പെട്ടെന്ന് കുറയാം, പ്രൈസസ് പെട്ടെന്ന് കൂടാം. സോ അഡ്ജസ്റ്റ്മെൻറ്റ് 100% അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് വേജസ് ആൻഡ് പ്രൈസസ് ആർ പോസിബിൾ ഇൻ ദി ഇക്കോണമി. ദർ ഇസ് നോ റിജിഡിറ്റി. റിജിഡിറ്റി ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിങ്ങനെ വെട്ടുക. ദർ ഇസ് നോ rigidity, nothing in the economy, especially the price and wage signals are not rigid. They can be completely changed. Wages and prices are downwardly rigid എന്ന് കെയ്ൻസ് പറയും. വേജസ് ആൻഡ് റിജിഡ് ആർ കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ എന്നാണ് ക്ലാസിക്കൽസ് പറയും. ക്ലാസിക്കൽസിൻ്റെ അനിയന്മാരാണ് ആര്? ഈ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ്. ഒരാൾ ചേട്ടനാണെങ്കിൽ ഒരാൾ അനിയനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു അസംഷനായിട്ട് എടുക്കുമ്പോൾ ഇവരെന്താണ് പറയാൻ പോകുന്നത് നമുക്ക് മനസ്സിലുണ്ട്. ഇവർ ക്ലാസിക്കൽസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് പറയുന്നത്.
ഓക്കെ. പക്ഷേ വ്യത്യസ്തമായിട്ട് ആളുകൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും എന്നുള്ളൊരു അഡീഷണൽ കാര്യമാണ് ഇവർ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂൾ അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് സ്കൂൾ പഴയ ക്ലാസിക്കൽസിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവർ പറഞ്ഞത്. പക്ഷേ പഴയ ക്ലാസിക്കൽസ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. വേജസ് ആൻഡ് പ്രൈസ് ആർ പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിനെ ആണെങ്കിൽ വിച്ച് എൻഷൂസ് 2 ക്ലാസിക്കൽ റിസൾട്ട്സ്. ഓക്കെ, എന്താണ് ക്ലാസിക്കൽ? ഇതുള്ളപ്പം ക്ലാസിക്കൽ തിയറി പറഞ്ഞ 2 കാര്യങ്ങൾ ഇവിടെ വരുമോ? ഓട്ടോമാറ്റിക് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ശരിയല്ലേ? എല്ലാം ഫ്ലെക്സിബിൾ ആണെങ്കിൽ ആരെങ്കിലും ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പണിയണോ? വേണ്ട, എല്ലാം തന്നെ വർക്കൗട്ട് ആയിക്കോളും. ഓക്കെ, അപ്പോൾ വേജസ് കുറഞ്ഞോളും കൂടിക്കോളും, പ്രൈസ് കുറഞ്ഞോളും കൂടിക്കോളും, അങ്ങനെ ഇക്കോണമി സെൽഫായിട്ട് വർക്ക് ചെയ്യും. ആര് വേണ്ട? ഗവൺമെൻറ് വേണ്ട. അപ്പോൾ ആരുടെ പോളിസി തെറ്റ്? കെയ്ൻസിൻ്റെ പോളിസി തെറ്റ്. അപ്പോൾ ആരുടെ പോളിസി ശരി? ക്ലാസിക്കൽസിൻ്റെ പോളിസി ശരി. സോ ദിസ് സ്കൂൾ ഈസ് നോൺ ആസ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ലോങ് ടൈം ന്യൂട്രാലിറ്റി ഓഫ് മണി in the long time. So why there is a specific adjective long time? Long time, in the short time, okay, when you are increasing price level, sometimes employment increases, output also increases. But in the long time, ultimately, when you are increasing price level, people are things very rational. Employment will not be increased. Output also cannot be increased. So money cannot influence both employment and output, or money is neutral. ഓക്കെ, ഇതാണ് ഈ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതായത് ന്യൂട്രാലിറ്റി എന്താണ് പറയുന്നത്? മോണിറ്ററി വേരിയബിൾസ് കനോട്ട് ഇൻഫ്ലുവൻസ് റിയൽ വേരിയബിൾസ്. എന്താണ് മോണിറ്ററി വേരിയബിൾസ്? സോറി കേട്ടോ. മോണിറ്ററി വേരിയബിൾസ് ലൈക്ക് മണി സപ്ലൈ, പ്രൈസ് ലെവൽ എക്സെട്ര കനോട്ട് ഇൻഫ്ലുവൻസ് വാട്ട്? റിയൽ വേരിയബിൾസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട്. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂട്രാലിറ്റി ഓഫ് മണി. ഇതിലെല്ലാം നമുക്കൊരു ക്ലാസിക്കൽ തിയറിയുടെ കൂട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ എല്ലാവരും ഓർത്തിരിക്കണം. ദെൻ ഓൾ ദ മോസ്റ്റ് മാക്രോ എക്കോണമീസ് എഗ്രി ദാറ്റ് മോണിറ്ററി പോളിസി ക്യാൻ അഫക്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് അറ്റ്ലീസ്റ്റ് ഇൻ ദി ഷോർട്ട് റൺ. ദ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഡെവലപ്ഡ് ബൈ റോബർട്ട് ലൂക്കാസ്, തോമസ് സാർജൻ ആൻഡ് ബാരോ emphasize the role of flexible wages and price, but it adds a new feature called rational expectations to explain short-term economic fluctuations for the emergence of business cycle. അപ്പോൾ ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ തിയറിയും എല്ലാം അതിനു മുമ്പുള്ള തിയറികളെല്ലാം അവർ പറഞ്ഞു മോണിറ്ററി പോളിസി എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഷോർട്ട് റണ്ണെങ്കിലും പറ്റും. ഇവർ പറഞ്ഞു പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ജനങ്ങളെ ഷോക്ക് അടിപ്പിക്കാൻ പറ്റും. ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തൊരു മോണിറ്ററി പോളിസി ഇംപ്ലിമെൻഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ സെൻട്രൽ ബാങ്ക് ഉദ്ദേശിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാൻ പറ്റും. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിന് അപ്പുറത്ത് അത് ഷോർട്ട് റണ്ണിൽ സ്വാധീനിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുമല്ല എന്നാണ് മറ്റുള്ള തിയറിയും വെച്ച് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മറ്റുള്ള തിയറിയിൽ വെച്ച് ഇവരങ്ങനെ പറയാൻ ഇവരെ ഹെൽപ്പ് ചെയ്ത എലമെൻ്റ് എന്താണ്? അതാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. പ്രൈസസ് ആൻഡ് വേജസ് ആർ ഫ്ലെക്സിബിൾ ഇൻ ദി ഷോർട്ട് റൺ ആസ് വെൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽസ് ആസ് വെൽ ആസ് ദി ന്യൂ classicals, and there are almost all other features similar to the classicals, but the additional feature is rational expectations. Okay, now new classical economics, macroeconomics hold that prices and wages are flexible. Okay, people use all way available information in making decisions and form their expectations on the basis of it. അപ്പോൾ നിലവിൽ എന്തെല്ലാം ഇൻഫർമേഷൻ അവർക്ക് കാണും? ഒത്തിരി പഴയ കാലത്തെ ട്രെൻഡിനെ കുറിച്ച്, നിലവിലുള്ള ഒരു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇത് രണ്ടും കൂടെ അങ്ങ് സിങ്ക് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്ത് വരും എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ, അങ്ങനെ അവർക്ക് ഇപ്പോൾ എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വെറുതെ ഉള്ളതല്ല. നമ്മുടെ പ്രതീക്ഷയൊക്കെ എന്തിനനുസരിച്ചാണ്? നമ്മുടെ പഴയ കാലം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഴയ സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒരു ഭാവിയിൽ നമ്മൾ എന്തൊക്കെ ഔട്ട്കം ആയിരിക്കും നമ്മളുണ്ടാകും, നമ്മൾ പഠിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോയാൽ എങ്ങനെ, നമ്മൾ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേറൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനെല്ലാം നമുക്ക് പഴയതിനനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആണോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കണം, ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ അവൈലബിൾ ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? റാഷണൽ എക്സ്പെക്റ്റേഷൻസ് കൂടി പറഞ്ഞു. ഇത് ക്ലാസിക്കൽ സ്കൂളിലുള്ള അണ്ടർ ദി അസംഷൻ ദി ഗവൺമെൻറ് കനോട്ട് ഫൂൾ ദി പീപ്പിൾ ബിക്കോസ് പീപ്പിൾ ആർ വെൽ ഇൻഫോംഡ് ആൻഡ് ഹാവ് ആക്സസ് ടു ദി സെയിം ഇൻഫർമേഷൻ ആസ് ദി ഗവൺമെൻറ്. കണ്ടോ, ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ഗവൺമെൻറ് കയ്യിലുള്ളതെല്ലാം ജനങ്ങളുടെ കയ്യിലുണ്ട്. Government is sophisticated and so sophisticated as people because people are well informed, okay, and have access to the same information. Government സ്വർണ്ണത്തിൻ്റെ വില കൂടുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാമോ? ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളൊന്നുമല്ല. ഗവൺമെൻറ്റിന് അറിയാവുന്ന പോലെ അവനെ ആർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ മുമ്പോട്ട് പോകുന്നു ഗവൺമെൻറ്റിന് അറിയാമോ? നമുക്കറിയാലോ. ഗവൺമെൻറ്റിന് അറിയാൻ പറ്റുമല്ല.
ഗവൺമെൻറ്റിന് എത്ര അറിയോ അതിനേക്കാളും കൂടുതൽ ജനങ്ങൾക്കറിയാം. സോ ദർ ഈസ് നോ ഇൻഫർമേഷൻ അസിമെട്രി ബിറ്റ്വീൻ ദി ഗവൺമെൻറ് ഹു ഇസ് റെഗുലേറ്റിംഗ് ദി ഇക്കോണമി ആൻഡ് ദി പീപ്പിൾ ഹു ആർ റെഗുലേറ്റഡ് ബൈ ദി റെഗുലേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാകുമ്പം റെഗുലേറ്ററിനേക്കാളും കൂടുതൽ നോളജ് വരുമ്പോൾ, അല്ലെങ്കിൽ അത്രയും തന്നെ നോളജ് വരുമ്പോൾ, ഈക്വാലിറ്റി വരുമ്പോഴത്തേക്കും യു കനോട്ട് ഫൂൾ ദ പീപ്പിൾ ബിക്കോസ് ദേ ആർ വെരി സോഫിസ്റ്റിക്കേറ്റഡ്. And they form rational expectations. According to rational expectations, forecasts are unbiased. Predictions ഒന്നും biased അല്ല, unbiased ആയിരിക്കും. Okay, then are based on all available information. This means that people make unbiased forecast. അല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഫോർകാസ്റ്റ് നടത്തുമ്പം എന്തെങ്കിലും ഒരു തെറ്റല്ല, ഒരെറർ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തിനോടെങ്കിലും ഇതിങ്ങനെ നല്ലത് വരുമായിരിക്കും, എനിക്ക് നല്ലത് വരുമായിരിക്കും, അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളെപ്പോലെ തന്നെ ഇവരും എന്താണ്, അൺബയാസ്ഡ് ആയിട്ടുള്ള ഫോർകാസ്റ്റ്. ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെരിഞ്ഞ്, അല്ലെങ്കിൽ ഒരു കാഴ്ച നമുക്കൊരു സൈഡിനോട് കൂടുതലൊരു എന്താണ്, ഇന്നത് വരും അല്ലെങ്കിൽ വരാതിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ദ കീ അസംഷൻ ഇൻ ദി ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഇസ് ദാറ്റ് ബിക്കോസ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ ദ ഗവൺമെൻറ് കനോട്ട് ഡിസീവ് ദി പീപ്പിൾ വിത്ത് സിസ്റ്റമിക് ഇക്കണോമിക് പോളിസീസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്കണോമിക് പോളിസി വെച്ച് ഗവൺമെൻറ്റിന് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, ഡിസീവ് തന്നെ പറ്റിക്കും. ഓക്കെ, പിന്നെ അതൊക്കെ നമ്മൾ അപ്പോൾ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാം. നമ്മൾ പഴയ പഠിച്ച അതേ ഡയഗ്രം തന്നെയാണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ടോപ്പിക്കും നമ്മുടെ എസ്ഐയും എല്ലാം അതേപോലെ തന്നെയാണ്. റാഷണൽ എക്സ്പെക്ടേഷൻ സ്റ്റഡീസ് ബേസ്ഡ് ഓൺ 3 assumptions. ഫസ്റ്റ്, ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം ലേൺ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ് ഇൻ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ policies. They act instantaneously. They learn through experience. They act instantaneously. ഇതാണ് ഒരു ഭയങ്കര അസംഷൻ. നമ്മളിപ്പം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ്റെ ഏത് എസ്സേലും നിങ്ങൾ 40-50% ടോപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് സൈക്കിളിനെ കൗണ്ടർ ചെയ്യാനാണ് വേണ്ട മോണിറ്ററി പോളിസി വരുന്നത്. ഭൂമിനെ ഒരു റിസഷനെ കൗണ്ടർ ചെയ്യാനാണ് മണി സപ്ലൈ കൂട്ടുന്നത്. ഓക്കെ, അങ്ങനെ മണി സപ്ലൈ കൂട്ടുമ്പോൾ മോണിറ്ററി പോളിസി വരും. ആ മോണിറ്ററി പോളിസി വരുമ്പോൾ ജനങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നു. അപ്പോൾ മോണിറ്ററി പോളിസി പരാജയപ്പെടുന്നു, വിജയിക്കുന്നു. അതാണ് ഈ ബിസിനസ് സൈക്കിളും മോണിറ്ററി പോളിസിയും അതിൻ്റെ സക്സസ്സും റാഷണൽ എക്സ്പെക്ടേഷൻസ് കീഴിൽ നമ്മൾ പഠിക്കുന്ന രീതി. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതാന്ന് പറഞ്ഞല്ലോ, ആളുകൾ കാത്തിരിക്കുകയില്ല. ഇന്ന് വില കൂടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ കൂലി കൂട്ടിത്തരാൻ അവർ പറയും. അപ്പം നിലവാരം കൂടി, സാധനങ്ങളുടെ വില കൂടി, കൂലി കൂടിയില്ല. അപ്പം പഴയ ചെറിയ കൂലിയിൽ ആൾക്കാർക്ക് കൂടുതൽ തൊഴിൽ കൊടുത്ത് ഇക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് കൂട്ടി, പ്രൊഡക്ഷൻ കൂട്ടി, ഔട്ട്പുട്ട് കൂട്ടാമെന്നുള്ള മോണിറ്ററി പോളിസിയുടെ ആഗ്രഹം നടക്കില്ല. അതാണ് പറയുന്നത്. അങ്ങനെ നടക്കാതിരിക്കാനുള്ള കാരണം അറിയോ, ജനങ്ങൾ ഇന്ന് തന്നെ കൂലി കൂട്ടണമെന്ന് പറയും. So people rather they behave or act instantaneously or instantly to protect their economic interests. All resources and product markets are purely competitive. There is no government. This means that all markets clear automatically even in the absence of government intervention. അപ്പോൾ എന്താണ്, മാർക്കറ്റെല്ലാം ഭയങ്കര പെട്ടെന്ന് ആരുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ല, മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യും. ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ ഫ്രം ദി ന്യൂ ക്ലാസിക്കൽ മൈക്രോ ഇക്കണോമിക് മോഡൽ ഡെവലപ്ഡ് ബൈ ലൂക്കാസ് ആൻഡ് സർജന്റ്. എന്താണ് ലൂക്കാസ് ആൻഡ് സർജന്റ് പറഞ്ഞാൽ അതിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. മോഡൽ നമ്മളിപ്പോൾ പറയുന്നില്ല. ലൂക്കാസിൻ്റെ സർജൻ്റെ മോഡൽ, മാർക്കറ്റ് ക്ലിയറിംഗ് മോഡൽ നമ്മൾ പിന്നീട് പഠിക്കും. ഇൻ ദിസ് മോഡൽ all wages and price are flexible with respect to expected changes in general price level. ഓക്കെ, അപ്പോൾ ആ മോഡൽ നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ആ മോഡലിൻ്റെ എലമെൻറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പ്. ആ ഡയഗ്രാം ദിസ് വ്യൂ ഓഫ് ഹൗ വേജസ് ആൻഡ് പ്രൈസ് ആർ സെറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റൈസ് ഇൻ ദി എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ കോസസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓർ ഷിഫ്റ്റ് ഇൻ അഗ്രി സപ്ലൈ കർവ്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ ഞാൻ ആ ഡയഗ്രാം ഇവിടെ എടുത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ ഭയങ്കരമായിട്ട് എപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പ്രൈസ് ലെവൽ കൂടിയോ അന്നേരം തന്നെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക്, വിച്ച് ലീവ്സ് റിയൽ വേജസ് അൺചേഞ്ച് ആൻഡ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അറ്റ് ദി നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഇഫ് എക്സ്പെക്ടേഷൻസ് ആർ റിയലൈസ്ഡ്. അപ്പോൾ ഇവിടെയാണ് എപ്പോഴൊക്കെ പ്രൈസ് ലെവൽ കൂടിക്കഴിഞ്ഞോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ബാക്ക്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞു പോകും. ഇതാണ് ഒറിജിനൽ സിറ്റുവേഷൻ. പ്രൈസ് ലെവൽ കൂടി, ഇതായിരുന്നു ഒറിജിനൽ പ്രൈസ് ലെവൽ, ഇതായിരുന്നു P0യും Y0യാണ്. P1 നിന്ന് Y1ലേക്ക് താഴോട്ട് തിരിച്ചു വരിക, സപ്ലൈ കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പ്രൈസ് ലെവൽ കൂടിയതിൻ്റെ ഫലമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ഡയഗ്രത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഡയഗ്രം ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, അത് നമ്മൾ പിന്നെയും ആ ഡയഗ്രം ഇട്ടിട്ടുള്ളതെന്ന് വിചാരിച്ചു. ദി മോഡൽ ദെൻ സജസ്റ്റ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് പോളിസി ഹാസ് നോ എഫക്ട് അഗ്രിഗേറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഉള്ളി അൺആൻറ്റിസിപ്പേറ്റഡ് പോളിസി ഹാസ് ആൻ എഫക്ട്. അപ്പോൾ നമ്മൾ കാണുക എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് പോളിസിയുടെ എഫക്റ്റ്, അതുപോലെ എന്താണ് അൺആൻറ്റിസിപ്പേറ്റഡ് പോളിസിയുടെ എഫക്റ്റ്. ദി എഫക്റ്റ് ഓഫ് അൺആൻറ്റിസിപ്പേറ്റഡ് മോണിറ്ററി പോളിസി ഷോക്ക്. ഓക്കെ, മോണിറ്ററി പോളിസി ഷോക്ക് എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൂട്ടുക അല്ലെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കുക, ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് എവർ മേ ബി ദ കറണ്ട് സിറ്റുവേഷൻ.
അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മണി സപ്ലൈ കൂട്ടുക, അല്ലെങ്കിൽ റിസഷൻ എന്നുള്ള ഒരു ബിസിനസ് സൈക്കിൾ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ മണി സപ്ലൈ കൂടും. ഫസ്റ്റ്, ദി ഷോർട്ട് റൺ റെസ്പോൺസ് ടു അൺആൻറ്റിസിപ്പേറ്റഡ് പോളിസി സച്ച് ആസ് എക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ഈസ് എക്സാമിൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഫിഗർ 1, ഇവിടെ നമ്മൾ ഫിഗർ 1 ഇവിടെ നമ്മൾ എടുക്കുക. ഇതാണ് ഒറിജിനൽ സിറ്റുവേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പം മണി സപ്ലൈ കൂട്ടി, എന്ത് കൂട്ടുന്നു? M0 കൂട്ടുന്നു. അപ്പോൾ എന്ത് കൂടും? പ്രൈസ് ലെവൽ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. AD1 നിന്ന് AD2ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കൂടും. പുതിയൊരു പ്രൈസ് ലെവൽ, ന്യൂ പ്രൈസ് ലെവൽ, ന്യൂ എന്താണ് ഔട്ട്പുട്ട് ലെവൽ Y2. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ, this is the what we can response of output and prices when the government or central bank make unanticipated price level changes or unanticipated increase in the level of money supply. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടി? പ്രൈസ് ലെവൽ കൂടി. അതിൻ്റെ ഫലം അല്ല, പ്രൈസ് ലെവൽ കൂടി, കൂടെ എന്ത് കൂടി? ഔട്ട്പുട്ടും കൂടെ കൂടി. അപ്പോൾ മോണിറ്ററി പോളിസി സക്സസ്ഫുള്ളാണ്. ശരിയല്ലേ? സക്സസ്ഫുൾ ആണുള്ള കാരണം ഇത്രയും ആളുകൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. ഇത്രയും വലിയ മണി സപ്ലൈ ആളുകൾ പ്രതീക്ഷിച്ചില്ല. അത് നമ്മൾ പറയുന്നത് എസ് കാർ ഈസ് ഡ്രോൺ അറ്റ് ആൻ എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ P1. അപ്പോൾ P1 പ്രതീക്ഷിച്ചത്, പക്ഷേ P2 ആണ് ആളുകൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന പ്രൈസ് ലെവലിലേക്ക്. ആളുകൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ലെവൽ ഏതാണ്? P1 ആയിരുന്നു. പക്ഷേ P2 ഒട്ടും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നത്? അവർ വിചാരിച്ച് എന്താണ്, അവർ കൂടുതൽ ഈ മണി സപ്ലൈ ഇത്രമാത്രം കൂടിയുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അങ്ങ് വേജ് റേറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് കൂടി. ഓക്കെ, ഔട്ട്പുട്ടും കൂടി. സോറി കേട്ടോ. It clearly is not point to the intersection AD2 and S1. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാനിങ്ങ് വായിച്ചിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്ന രീതിയിൽ കാണിച്ചു തരാം. കാരണം എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്കറിയണം നിർബന്ധമില്ല. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതും കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കർവ് എന്താണ്? AD1 ആണ്. കിട്ടിയില്ലോ? ആദ്യത്തെ അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ് ഇതാണ്. അപ്പോൾ ആദ്യത്തെ പ്രൈസ് ലെവൽ എന്താണ്? P1 ആണ്. ആദ്യത്തെ ഇൻകം ലൈൻ ഏതാണ്? ഔട്ട്പുട്ട് Y1 ആണ്. നമ്മൾ പഠിച്ചത് ഇക്വലിബ്രിയം പോയിൻ്റ് ഏതാണ്? പോയിൻ്റ് 1 എന്താണ്? ഓക്കെ, 1 ആണ്. ഇനി എന്ത് ഗവൺമെൻറ് മണി സപ്ലൈ കൂട്ടും? റിസഷനാണെന്ന് വിചാരിച്ചു. മണി സപ്ലൈ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് മണി സപ്ലൈ കൂടുമ്പം പ്രൈസ് ലെവൽ കൂടി. വേജ് റേറ്റ് എത്ര കൂടിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, വേജ് റേറ്റ് കൂടാതിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? എംപ്ലോയ്മെൻറ്റ് കൂടി. കുറഞ്ഞ വേജ് റേറ്റ് ആണ്. സോ വേജസ് ആർ ലോവർ ദാൻ പ്രൈസസ്. സോ വാട്ട് ഹാപ്പൻസ്? wages remains the same. The old wages remains. Wages came down. Real wages, since real wages came down, employment increases. So as a result, production increases, output increases. New equilibrium happens at point 2, where there is a new equilibrium level of output, new level of price level. So monetary policy became successful because this P1 was the expected level of the price level. This P2 was unexpected level of price level. So the government and the central bank, or in other words purely the central bank, is able to give a price shock of P1, P2 that was beyond the expectations of the people. P2 is not expected. People thought that P1 is the correct level of inflation. Okay, so as a result, employment and output increased, price level also increased. Monetary policy became successful. So this is the impact of what we can say an unanticipated intervention. What type of intervention? Monetary policy intervention in the form of an increased money supply. So it created a desired effect. This particular trend shows that if the monetary policy intervention is unanticipated to the expectations level of the people, it becomes successful in countering the business cycle. Okay, അപ്പോൾ നമുക്ക് പോയിന്റ് 2 കുറിച്ച് നിങ്ങൾ പറയാം. പോയിന്റ് 2 ഇത് ഞാൻ കൂടുതൽ പറയേണ്ട അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ച് എന്നുള്ള പിടികിട്ടിയില്ലോ. കൂടുതലായിട്ട് അതിനൊന്നും പറയേണ്ടില്ല. ഡയഗ്രത്തിൻ്റെ ഓരോ പോയിന്റും പിടികിട്ടിയില്ലോ. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ചോദിച്ചില്ലേ നിങ്ങൾക്ക് അല്ല ആ ടോപ്പിക്കിനെ ഞങ്ങൾക്ക് ഇച്ചിരി പിടികിട്ടാണ്ട് സാറേ നമുക്ക് ചാറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയാം. ഒരു കുഴപ്പമില്ല. ഞാനത് പിന്നീട് പറഞ്ഞിരുന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ജനങ്ങളും മിടുക്കന്മാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം മാത്രമേ മണി സപ്ലൈ കൂട്ടിയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണി സപ്ലൈ എന്ത് സംഭവിക്കും? മോണിറ്ററി പോളിസി ഫെയിൽ ചെയ്യും. അങ്ങനെ ഫെയിൽ ചെയ്യുന്ന നമ്മൾ കാണാൻ പോവാം. അതൊരു ഡയഗ്രത്തോടെയാണ്. ലൂക്കാസ് ബിലീവ് ദാറ്റ് പീപ്പിൾ ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ഗവൺമെൻറ് പോളിസി ടു ഫൈറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് റിസഷൻ given their knowledge of policy. Knowledge of what? People know that central bank എന്ത് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഇവരെ എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദി ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസും അതിന് വെച്ചിട്ടുള്ള ഇവരുടെ എക്സ്പെക്റ്റേഷൻസും വെച്ച് എന്ത് ചെയ്യും? ഇവരൊരു
ഇവരൊരു എക്സ്പെക്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യും, അവർക്കൊരു നോളജ് കൃത്യമായിട്ടുണ്ടാകും ഗവൺമെൻറ് പോളിസിയെക്കുറിച്ച്. കോൺസിക്വൻറ്റ്ലി ദേ ആക്ട് ഓൺ ദിസ് ആൻറ്റിസിപ്പേഷൻ എഫക്റ്റീവ്ലി നള്ളിഫൈങ് ദി ഇൻറ്റൻഡഡ് എഫക്റ്റ് ഓഫ് those policy changes. Okay, then what then should be the government do? It should follow strict guidelines rather than try to use discretionary monetary policy to stabilize the economy. ഇപ്പം ഗവൺമെൻറ് മോണിറ്ററി പോളിസി ഭയങ്കര ഡിസ്ക്രിഷണറി ആ രീതിയിലാണ് മാറ്റണം, ഡിസ്ക്രിഷണറി ആയിട്ടുള്ള മോണിറ്ററി പോളിസി മാറ്റണം എന്നാണ് ആര് പറഞ്ഞു? ലൂക്കാസ് പറയുന്നത്. ഓക്കെ, according to rational expectations theory, if the public expects that the central bank will make open market operate, ഇതൊന്നും നമ്മൾ ഇത്ര പഠിക്കണ്ട കേട്ടോ. മണി സപ്ലൈ കൂട്ടി നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ഈ ഡയഗ്രത്തിൽ കൂടെ കാണാം. സോറി കേട്ടോ. P1 ആണ് ഏത് പ്രൈസ് ലെവൽ, M0 ഉണ്ടായിരുന്നു, P1 പ്രൈസ് ലെവൽ. ഓക്കെ, സോറി നമുക്ക് M1 ഇടാം, അപ്പോൾ എല്ലാം മാച്ച് ചെയ്യില്ല, സബ്സ്ക്രിപ്റ്റ് എല്ലാം മാച്ച് ചെയ്യും. M1 ലെവൽ പ്രൈസ് ലെവലാണ്, അപ്പം P1 ആണ് നിലവിലുള്ളത്. ആളുകൾക്ക് പക്ഷേ ഇവിടെ P2 വരുമെന്നറിയാം. സെൻട്രൽ ബാങ്കിനേക്കാളും കൂടുതൽ ഗവൺമെൻറ് ജനങ്ങൾക്കറിയാം. അപ്പം എന്താണ് എംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ, എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി, ഏതെടുത്താലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി, ദാറ്റ് ഇസ് എ ബെറ്റർ പൊസിഷൻ ഹിയർ. ഓക്കെ, ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിൻ്റെ ചെയ്യും, പ്രൈസ് ലെവൽ മണി സപ്ലൈ കൂട്ടും. മണി സപ്ലൈ M1 എങ്ങോട്ട് കൂട്ടും? M2 കൂട്ടും. അതായത് പ്രൈസ് ലെവൽ P1 P2 കൂടുമെന്നും സെൻട്രൽ ബാങ്ക് അങ്ങനെ ചെയ്യുന്നു. ആർക്കറിയാം? ജനങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ഏത് ആദ്യത്തെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തു? മണി സപ്ലൈ കൂട്ടി. ഇതാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സാധനങ്ങളുടെ വില കൂടി സാധനങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതാ പുതിയ ഇക്വിലിബ്രിയം വന്നപ്പോഴത്തേക്കും. പക്ഷേ ജനങ്ങൾക്കറിയാം ഇതാ P2 സംഭവിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്? ഉടനെ വേജ് റേറ്റ് കൂട്ടാൻ പറയും. വേജ് റേറ്റ് എങ്ങോട്ട് കൂട്ടും? W1 W2 കൂട്ടും, W2 കൂട്ടും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് അറിയോ? കുറഞ്ഞ കൂലി ആൾ വർക്ക് ചെയ്യില്ല, പുതിയ വേജ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ആ വേജ് റേറ്റിൽ ഇത്രയും ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ ഇവർക്ക് ആർക്കും പറ്റിയില്ല, എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ ഫേംസിന് പറ്റിയില്ല. അപ്പോൾ എന്താണെന്നറിയോ? ആ ഔട്ട്പുട്ട് കൂടിയതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഔട്ട്പുട്ട് ഒരു കാരണവശാൽ ഇവിടെ പോയിന്റ് നമുക്ക് 1.1 ഇടാം, അങ്ങോട്ട് കൂടിയല്ല. പഴയ ലെവലിൽ എംപ്ലോയ്മെൻറ്റേ കാണുള്ളൂ. പഴയ ലെവൽ എംപ്ലോയ്മെൻറ്റ് കാണുമ്പോൾ പഴയ ലെവൽ ഓഫ് ഔട്ട്പുട്ടേ കാണുള്ളൂ. ഒറ്റ വ്യത്യാസമുള്ളൂ, എന്താണ്? പ്രൈസ് ലെവൽ കൂടി. പ്രൈസ് ലെവൽ എത്രമാത്രം കൂടിയോ അത്രമാത്രം വേജ് റേറ്റ് കൂടി. മണി സപ്ലൈ എത്രമാത്രം കൂടിയോ അത്രമാത്രം എന്ത് കൂടി? പ്രൈസ് ലെവൽ കൂടി. പ്രൈസ് ലെവൽ എത്രമാത്രം കൂടിയോ അത്ര കണ്ട് വേജ് റേറ്റ് കൂടി. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? മാറ്റം വന്നില്ല. വന്നോ? ഇല്ല. റിയൽ വേജ് റേറ്റിനും മാറ്റം വന്നില്ല. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഒന്നേന്ന് ഇങ്ങനെ പോകാതെ ഒന്നിന് നേരെ പോയി, രണ്ടിൽ പോയി. കാരണം പീപ്പിൾ ആക്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി. മോർ ദാൻ ദാറ്റ് they have a fairly good level of expectations about what people are going to do. Okay, so point P2 is the relevant line, 2 is the point relevant equilibrium point. Okay, so here people acted instantaneously. More than that, first one is the more than that, whether they are instantaneous or not, they are instantaneous, there is no question about that. More than that, people's expectations, clear ചെയ്താൽ നമുക്ക് കാണാൻ പറ്റില്ല. People expectations, they have their expectations, that expectations, or they anticipated that the central bank is going to this point, so they acted instantaneously. Their expectations were correct. They anticipated, okay, they anticipated this P2 change, they expected it, and they instantaneously reacted, so that monetary policy became not successful. It became a failure. To counter the business cycle situation was a recession. Here the central bank tried to increase money supply, increase the drive in the price level, and I hope that it expected that it will able to increase the output. Okay, അപ്പോൾ അവിടെ പിടികിട്ടില്ലോ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ പിടികിട്ടില്ല. പിന്നെ ഞാൻ അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, സോ the rational expectation framework demonstrates that aggregate output doesn't increase as a result of anticipated expansion in monetary policy. This proves this. Okay, so and that the economy immediately moves to a point of long run equilibrium at a point where aggregate output is at the natural level. ഇതാണ് നാച്ചുറൽ ലെവൽ. ഏതാണ് നാച്ചുറൽ ലെവൽ? ഈ y n ആണ് നാച്ചുറൽ. അവിടെ തന്നെ നിന്നു. പിന്നെ എന്താ കൂടുള്ളൂ? പ്രൈസ് കൂടുള്ളൂ. സോ വെൻ യു ആർ ചേഞ്ചിങ് ദി മണി സപ്ലൈ,
only price level changes. Output remains unchangeable, so that money is neutral. Money cannot influence what outputs. When people expectations are rational, they behave instantaneously. This proves that the classical neutrality of money has a neutral effect on real variables such as aggregate output and income. Okay, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് ചെറുതായിട്ടാണ് ഞാൻ എടുക്കാം. ഇച്ചിരി വലിയ ടോപ്പിക്കൊന്നും അല്ല, അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ആണെന്നുള്ളൂ. നോക്കട്ടെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണോ നോക്കട്ടെ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാവുന്നുള്ളൂ. സംഭവം ഡിക്ലൈൻ ഇൻ അഗ്രിഗേറ്റ് ടു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, ഇത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. കാരണം ഒരു ചൂടെ എനിക്ക് ഡയഗ്രം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നമുക്ക് കൂടുതൽ ഒരു 10-12 മിനിറ്റ് വേണ്ടി വരും. അത്രയും മിനിറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ വിശന്ന് സാരപ്പെടാൻ നിർത്തുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പം നിർത്താം. ഒരു അസൈൻമെൻറ്റ് ഞാൻ അവിടെ ഇട്ടേക്കും. അസൈൻമെൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഒന്നും പറയാനില്ലല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ. ഓക്കെ, വെൽക്കം.